ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വേറെ എവിടേക്കല്ല, ഒരു ചെറിയ പരിപാടിയുണ്ട്. ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു സ്മോൾ ബിസിനസ് ഉണ്ട് കേട്ടോ. ഞാനൊരു ഓൺട്രപ്രണർ ആണ്. സോ അതിൻ്റെ ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പം സാറ്റർഡേ സൺഡേസിലാണ് എനിക്കെൻ്റെ ബിസിനസ്സിലോട്ടുള്ള ടൈം ഞാൻ കണ്ടെത്താറ്. സോ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗ് ബിസിനസ്സാണ്. ബാഗ് എന്ന് വെച്ചാൽ ടോട്ട് ബാഗ് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ക്ലോത്ത് ബാഗ് അല്ലെങ്കിൽ ടോട്ട് ബാഗ് എന്നൊക്കെ പറയും. സോ അതിൻ്റെ ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. സോ ബാംഗ്ലൂരുള്ളവർക്ക് അറിയാം ചേർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ചേർച്ച് സ്ട്രീറ്റിലെന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളെപ്പോലുള്ള ചെറിയ ഈ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രൊഡക്ട്സൊക്കെ സെല് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടെ ആണ്. ലൈക്ക് ഈ എന്താ പറയുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരും അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉള്ള ആൾക്കാർ അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. സോ സാറ്റർഡേ സൺഡേസ് ഞാനത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. ഞാൻ എൻ്റെ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. സോ അവിടേക്ക് പോകാനുള്ള ഒരു ഗെറ്റ് റെഡിയാണ് ഇന്ന്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് ഇറ്റ്സ് എ കുർത്തി ആൻഡ് ലൈക്ക് കുർത്തി സെറ്റ് വിത്ത് ഷോൾ, ചുരിദാർ. ഇതാണ് ഇതിൻ്റെ ഷോള്. സോ ഫസ്റ്റ് നമുക്ക് റെഡി ആവാം. ആക്ച്വലി ടൈം ശരിക്കും ലേറ്റായി, അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവാം. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് ഇതിപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെ സെല് ചെയ്യണം എന്ന്. ലൈക്ക് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദെയർ. എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ, എനിക്കൊരു സ്വന്തമായിട്ട് എൻ്റെ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇങ്ങനെ വേറെ ആൾക്കാർക്ക് വേണ്ടി നാളെ എത്ര നാൾ പണിയെടുത്ത് ജീവിക്കും അല്ലേ? പക്ഷെ അങ്ങനെ വർക്ക് ചെയ്ത് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട്. അത് ഒരാളുടെ ഇഷ്ടമാണ്. ബട്ട് എനിക്കതിനോട് താല്പര്യമില്ല. സോ എൻ്റെ ഈ ബിസിനസ് എത്രയും പെട്ടെന്ന് സെറ്റായി ഞാനൊരു വലിയ വേണ്ട. ആക്ച്വലി എനിക്ക് ഈ ബിസിനസ് ഐഡിയ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ടോട്ട് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്, ക്ലോത്ത് ബാഗ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ ഓൺലൈനിൽ പോയ സമയത്ത് എനിക്കൊരു ടോട്ട് ബാഗ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എനിക്കത് നല്ലൊരു പ്രൈസ്, എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 100 and something എനിക്ക് ആ ബാഗ് കിട്ടി, ഒരു വൈറ്റ് കളർ ടോട്ട് ബാഗ്. അപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി, കാരണം വൈറ്റ് അല്ലേ, പെട്ടെന്ന് പോകും. അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചു, ഇതേ ഒരു ക്വാളിറ്റിയിലും ഇതേ ഒരു ലൈക്ക് അങ്ങനെ തന്നെ ഒരു ബാഗ് കുറേ അന്വേഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിക്കൂടാ? കാരണം എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബാഗിൻ്റെ ഒക്കെ ബിസിനസ്സു. ഞാൻ സ്വന്തമായിട്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് പ്രിൻ്റ് ചെയ്യേണ്ട സംഭവങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ ഒരു ടോട്ട് ബാഗ് ബിസിനസ്സുകാരിയായി. ബിസിനസ്സിനെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ? ഞാനൊക്കെ എന്തോരം ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ ക്യാൻ മേക്ക് എ ഗുഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. നോട്ട് ദാറ്റ് ഗുഡ്, ബട്ട് യാ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. എൻ്റെ ബാഗിൻ്റെ കുറച്ച് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആക്ച്വലി ഇപ്പം മഴയായതുകൊണ്ട് ഇങ്ങനെ അവിടെ
പിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ മഴ വരുമ്പോൾ ഒന്നാമത് ബാഗും ആയതുകൊണ്ട് മഴ വരാതിരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഞാൻ കുറേ ഈ ഡ്രസ്സ് ഇട്ടിട്ട്, കാരണമൊന്നുമില്ല, കുറേ ഇട്ടിട്ട്. ഒരു പൊട്ട് വെക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. സോ യാ, എവിടെ നമ്മുടെ മെയിൻ സാധനം അവിടെ. ഇതല്ല മെയിൻ സാധനം കാണില്ലല്ലോ ഗൈസ്. ആക്ച്വലി ഇതല്ല ഞാൻ തിരയണത്, വേറൊരു സാധനമാണ് ഞാൻ പരുതിക്കൊണ്ടിരിക്കണത്. പക്ഷെ അത് കാണുന്നില്ല. ഒരു സാധനം ഇവിടെ വെച്ചാൽ പിന്നെ കാണില്ല, അത് വേറെ കാര്യം. ഇത്രയും ചെറിയ റൂമാണെങ്കിലും ഒരു സാധനം വെച്ചാൽ കാണില്ല. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്ക് പോകണം. സോ ഞാൻ നിങ്ങളെ എൻ്റെ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് കാണിക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും, നിങ്ങൾ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യണം. സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഓൺട്രപ്രണറാണ് ഞാൻ. സോ സ്ട്രഗിളിങ് അല്ല, ബട്ട് സ്റ്റാർട്ടിങ് പീരീഡിലാണ്. സോ I'll show you my bag collection, some of my bag collections. Like ഫസ്റ്റ് ബ്ലാക്ക്. ആക്ച്വലി എൻ്റെ കയ്യിൽ ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് വൈറ്റ് ആണുള്ളത്. ഞാൻ കുറച്ച് ബ്ലാക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം. This is for the BTS lovers. BTSൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ലൈക്ക് BTS ആർമി ഉണ്ട്. പക്ഷെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, അധികം ചെറിയ പിള്ളേരാണ് ചോദിച്ചിട്ട് വരും, യു ഹാവ് BTS, യു ഹാവ് BTS. യെസ്, ഐ ഹാവ് BTS. ബ്രൗൺ ഈസ് ആക്ച്വലി യുണീക്ക്. ലൈക്ക് ബ്രൗൺ ടോട്ട് ബാഗ്സ് നമ്മളങ്ങനെ ഉണ്ട്, പക്ഷെ അധികം നമ്മൾ കാണുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഐ ഹാവ് ബ്രൗൺ ഫോർ യു. സോ ദിസ് ഇസ് ബ്രൗൺ ടോട്ട് ബാഗ് കളക്ഷൻ. This is a fast moving one, and this is also fast moving, and ഏറ്റവും ഫാസ്റ്റ് മൂവിങ്, ഏറ്റവും അൾട്രാ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇത് ഒത്തിരി പോകുന്നൊരു ഡിസൈനാണ്. സോ യാ, അതാണ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. ബ്രൗണിൽ ഇനിയും കളക്ഷൻസ് ഉണ്ട്. ലൈക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ. ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ ബാഗിൻ്റെ സ്റ്റിച്ചിങ്ങും ഡിസൈൻ ചെയ്യുന്ന ഇതും ഒക്കെ എല്ലാം നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഭയങ്കര പൊടിയാട്ടോ, ഭയങ്കര പൊടിയാണ്.
ഫൈനലി നമ്മുടെ വൈറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, വൈറ്റും ഞാൻ നിങ്ങളെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി ബാഗിലെടുത്ത് വെച്ച് ഞാൻ അത് വീണ്ടും പുറത്തെടുത്ത് വീണ്ടും വെക്കണം, എനിക്ക് മടിയാണ്. ഒരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടും. സോ ദിസ് ഇസ് ദ വൈറ്റ് വൺ. ഞാൻ കാണിച്ച മോണോ ബീൻ. This is I do what I want. Yeah, you should. Again, Bangkok. It's for the girls group. Again, Bangkok. Design. ഡക്കിനൊക്കെ ഭയങ്കര ഫാൻസാണ്. ഡക്കിന്, കാറ്റിന്, ഡോഗിന് ഭയങ്കര ഫാൻസാണ്. This one and this one for the flower lovers. ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. This is I'm okay. Yeah, I'm okay. So ഇത്രയാണ് എൻ്റെ ബാഗിൻ്റെ കുറച്ച് കളക്ഷൻസ്. അപ്പോൾ ഇതിനി ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ചേർച്ച് സ്ട്രീറ്റിലേക്ക് പോവും. അവിടെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യും. സോ ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഒരുപാട് ആലോചിച്ച് അത് വഷളാക്കാതെ പെട്ടെന്ന് തുടങ്ങാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഇറ്റ്. കാരണം നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം, ജസ്റ്റ് ഡൂ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞു തരാനും കുറേ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, കാരണം എന്നെ കൊണ്ടാകുമ്പോൾ പറ്റില്ല. കുറേ പറഞ്ഞു തരാനും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരാളൊന്നും അല്ല ഞാൻ. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ബിസിനസ്. കുറച്ചും കൂടെ മുകളിലെത്തുമ്പോൾ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് അടിപൊളിയാക്കി തരാം. ആൻഡ് ഞാനും ലൈക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാനും. സോ എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മീൻസ് അത്രയും വലിയ ക്യാപിറ്റലുള്ള ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ബിസിനസ്സും ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, ബട്ട് അതിന് നിങ്ങൾക്ക് നല്ല എമൗണ്ട് ഫണ്ട് വേണം. അതിന് പറ്റിയ വഴികൾ ഇപ്പോൾ ഉണ്ട്, കുറേ ലോണും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്മോൾ ബിസിനസ്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ചേർച്ച് സ്ട്രീറ്റിലേക്ക് പോവാം. എന്നിട്ട് ബാക്കി വിശേഷം അവിടുത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഇസ് മൈ ടുഡേയ്സ് ഔട്ട്ഫിറ്റ്. ഇറ്റ്സ് ചുരിദാറാണ്. സോ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി അവിടെ കാണാം. ഓക്കെ, ബൈ.